ഞാൻ അരുൺ സാർ ഒന്ന് കയറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അപ്പോ അരുൺ സാറ് കോയമ്പത്തൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വർക്കിലാണ്. വർക്ക് എന്ന് പറഞ്ഞാല് അതാണല്ലോ സാറ് നമ്മൾ. സംസാരിച്ചോളൂ, സാറ് സംസാരിച്ചോളൂ. ഒരു 10 മിനിറ്റ് എടുത്തോളൂ. ഓക്കെ, നമസ്കാരം. എല്ലാവർക്കും എന്നെ പരിചയം ഉണ്ടാവും. എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെ. ഇതിൽ ഏകദേശം നമുക്ക് അറിയുന്ന ആളുകളൊക്കെ തന്നെയാണ്. സബാസിൻ സാറുണ്ട്, സജീർ ഉണ്ട്, സലീംക്ക് ഉണ്ട്, വാസൻ സാറുണ്ട്, പിന്നെ വർഗീസ് സാറുണ്ട്, സജീവൻ സാറുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്നിപ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 10-23 ആളുകളെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. എന്താ കാരണം എന്നറിയില്ല. നല്ലൊരു ദിവസമാണെന്ന് നമ്മുടെ കമ്പനിയുടെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ ഞങ്ങൾ ടോപ്പ് 10നും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസങ്ങളാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ആളുകളൊക്കെ കയറാതിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഗ്രൂപ്പിൽ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായാലും ഞാനൊരു കാര്യം, ഞങ്ങളെ ടോപ്പ് 10ന്റെ ഭാഗത്തു നിന്നായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. പല ആളുകളും ഇന്നലത്തെ മീറ്റിങ്ങിന്റെ കാര്യത്തിൽ പേടിച്ചിട്ട് ഇരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ മീറ്റിങ്ങിനൊന്നും ആളുകൾ കയറാത്തത്. ഇന്നലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അറ്റൻഡ് ചെയ്തിട്ടൊരു മീറ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ എന്താണെന്നറിയില്ല, കാര്യമായിട്ട് ഒരു ചർച്ചകളും നടന്നിട്ടില്ല. എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നും അറിയില്ല. എങ്കിൽ പോലും കാര്യമായിട്ടൊരു ചർച്ചകൾ നടന്നില്ല. അത് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലുള്ള ആളുകൾക്ക് പോലും, അവർക്ക് പോലും ഒരു കാര്യമായിട്ടുള്ള ഒരു കണ്ടന്റ് അതിൽ നിന്ന് കിട്ടിയിട്ടില്ല. അത് ഞാൻ മനസ്സിലാക്കിയത്, ഞാനത് മുന്നേ പറയുന്നുണ്ട്. ഒരു 10 ദിവസം മുൻപ് ഈ ഒരു പോസ്റ്റ് കിട്ടിയ സമയത്ത് ഞാൻ പറയുന്നുണ്ട്, ഇത് നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് പാരയായിട്ടുള്ള ഒരു മീറ്റിംഗ് അല്ല. അത് എല്ലാ കമ്പനികൾക്കും ഗുണകരമായിട്ടുള്ള മീറ്റിംഗ് ആണ്. അതും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഏത് ക്രിപ്റ്റോ ബേസിലുള്ള കമ്പനികളായിക്കോട്ടെ. ഇത് ശരിക്കും പാര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തികൾക്ക് പ്രശ്നം എന്ന് പറയുന്നത് മണി റൊട്ടേഷൻ ചെയ്യുന്ന കമ്പനികൾക്കാണ്. അതുപോലെ തന്നെ സ്വർണം, അല്ലെങ്കിൽ കോയിൽ എന്ന് പറയും. കോയിൽ എന്താ വേറെ ഏതെങ്കിലും വാക്കുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. കോയിൽ എന്നാണ് ഞാനൊക്കെ പറയാറില്ല. അങ്ങനത്തെ ആളുകൾക്ക് ഒരു കൺട്രോൾ വെക്കാൻ, ഒരു റെഡ് ലൈൻ വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. ഗവൺമെന്റ് മറ്റുള്ള ആളുകളുടെ ക്യാഷ് നഷ്ടപ്പെടാതിരിക്കാനും, അതോടൊപ്പം തന്നെ ഗവൺമെന്റിന് ഒരു നഷ്ടം വരാതിരിക്കാനും കൂടിയാണ് അങ്ങനത്തെ മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളെ പല ആളുകൾക്കും, നെറ്റ്വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഒരുപാടാണ്. അത് എല്ലാ കമ്പനികൾക്കും ഒരു ബാഡായിട്ടാണ് ഭവിക്കുക എന്നുള്ള രീതിയിലേക്കാണ് പല ആളുകളും തെറ്റിദ്ധരിച്ചത്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമുക്കറിയാം, ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നലത്തെ ദിവസം മിനിഞ്ഞാന്ന് മുതൽ 2 ദിവസം ഞങ്ങൾ അരുൺ സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ടോപ്പ് 10 എല്ലാവരും അരുൺ സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഡെവലപ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിസൾട്ടുകളും, നമ്മുടെ MD-യുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിസൾട്ടുകളും, അരുൺ സാറിന്റെ ഒരു എക്സ്പീരിയൻസും കൂടെ നമുക്ക് അതിൽ കൂട്ടിക്കുഴച്ചിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കമ്പനി 100% വളരെ കറക്റ്റായിട്ട് ലീഗലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. നമ്മൾ ഏറ്റവും ചുരുക്കിയിട്ട് നമ്മളെ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഏറ്റവും ചുരുക്കിയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. പല ആളുകളും ഈ ഒരു ക്യാഷ് നമ്മുടെ കമ്പനിയിലേക്ക് വരുമ്പോൾ കമ്പനിക്ക് അതൊരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ആവാനുള്ള ചാൻസുകളും, കമ്പനി സ്റ്റോപ്പ് ആവാൻ തന്നെ അതൊരു കാരണം ആവില്ല എന്നുള്ള ചിന്താഗതിയിലാണ് പല ആളുകളും. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ കമ്പനി എക്സ്ചേഞ്ച് പെട്ടെന്ന് തന്നെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്ക് ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോഴേക്കാണ് എക്സ്ചേഞ്ച് ലോഞ്ച് ആവാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തതെന്നറിയും. മറ്റൊരു പ്രശ്നം, അതായത് ഒരു പേപ്പേഴ്സ് വർക്ക് പോലും പെൻഡിങ് ആവാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം 19-ാം തീയതി ഒരു മീറ്റിംഗ് വരുന്നുണ്ട്. ആ മീറ്റിങ്ങിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രശ്നം നമ്മുടെ കമ്പനിക്ക് ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരാള് അതിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പറയുന്ന ആളുകളുടെ വായ അടയ്ക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മുടെ കമ്പനി വളരെ പെട്ടെന്ന് തന്നെ എക്സ്ചേഞ്ച് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് ഈ എക്സ്ചേഞ്ച്? നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന, നമ്മളിപ്പോ സാധാരണക്കാരാണ്, പക്ഷെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു രൂപമാണ് ശരിക്കും എക്സ്ചേഞ്ച്. നമ്മളെ കയ്യിലൊക്കെ ഓൾറെഡി എക്സ്ചേഞ്ചുകൾ ഉണ്ട്. ഇപ്പൊ ബിനാൻസ് പോലെയുള്ള, അല്ലെങ്കിൽ ബിറ്റ്മാർട്ട് പോലെ, ട്രസ്റ്റിൽ നമ്മൾ പ്രതീക്ഷിച്ച അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ മറ്റുള്ള എല്ലാ എക്സ്ചേഞ്ചുകളും ടയർ
ടൂല്, അതായത് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ക്വാളിറ്റി ബേസ് ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി അല്ല, സെക്കൻഡ് ക്വാളിറ്റിയിൽ നിൽക്കുന്ന എക്സ്ചേഞ്ചുകളാണ് ഈ ബിറ്റ്മാർട്ട് അതുപോലെയുള്ള എക്സ്ചേഞ്ചുകളൊക്കെ. ഫസ്റ്റ് ക്വാളിറ്റി നിൽക്കുന്നതാണ് ബിനാൻസ് പോലുള്ള എക്സ്ചേഞ്ചുകളൊക്കെ, കുക്കോയിൻ, ബിനാൻസ് എന്നൊക്കെ പറയുന്ന പോലെ. ഇതിലൊക്കെ നമുക്ക് പേഴ്സണലി അക്കൗണ്ട്, നമ്മളൊരു ബാങ്കിൽ അക്കൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് പേഴ്സണലി, അതായത് കറന്റ് അക്കൗണ്ടും ഉണ്ടാവും നമുക്ക്, അതുപോലെ തന്നെ സേവിങ് അക്കൗണ്ട് ഉണ്ടാവും. സേവിങ് അക്കൗണ്ട് എന്താ, നമുക്ക് പേഴ്സണലി ഉള്ള അക്കൗണ്ടാണ് അല്ലെ. നമുക്കൊക്കെ ബാങ്ക് മുഖാന്തരം പറയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമാകും എന്നുള്ളതുകൊണ്ടാണ് ആ രൂപത്തിൽ ഞാൻ പറയുന്നത്. അപ്പൊ സേവിങ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റാത്ത, ഒരു വർഷത്തിൽ 20 അല്ലെങ്കിൽ 25 ലക്ഷം മാത്രം നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്ന ഒരു അക്കൗണ്ടാണ് സേവിങ് അക്കൗണ്ട് അല്ലെ. അതിന് നമുക്ക് ITR ഫയൽ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഒരു 25 ലക്ഷം വരെ ആണെങ്കിൽ, അതിനപ്പുറത്തേക്ക് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ITR ഫയൽ ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് ഒരു കറന്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ എടുക്കുന്ന ഒരു അക്കൗണ്ടാണ്. അത് ആ സ്ഥാപനത്തിന്റെ കപ്പാസിറ്റി എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് അതിൽ ട്രാൻസാക്ഷൻ നടത്താം. ഉദാഹരണത്തിന് ഒരാൾ ഒരു 50 ലക്ഷം രൂപയുടെ ഒരു ഷോപ്പാണ് അല്ലെങ്കിൽ ഒരു ഒരു ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കുക. അയാളെ സംബന്ധിച്ചിടത്തോളം 50 ലക്ഷത്തിന് മന്ത്ലി അല്ലെങ്കിൽ ഡെയിലി എന്നുള്ള രൂപത്തിൽ അയാൾക്ക് 2 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം ഒക്കെ അതിൽ എന്ത് ചെയ്യാം, ട്രാൻസാക്ഷൻ നടത്താം. കാരണം അത്രയും ആ രീതിയിലുള്ള ഒരു അക്കൗണ്ട് ആയിരിക്കും കറണ്ട് അക്കൗണ്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അത് കോടികളാകുമ്പോൾ അതിന്റെ എന്താ പറയുക, ബേസുകൾ മാറിക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്, ഇപ്പൊ ബിനാൻസിൽ നമുക്ക് പേഴ്സണൽ, നമ്മളൊക്കെ എടുത്തിട്ടുള്ള പേഴ്സണൽ അക്കൗണ്ടുകളാണ്, നമുക്കതൊരു ബിസിനസ് അക്കൗണ്ട് ആക്കാം. ആ ബിസിനസ് അക്കൗണ്ടിലൂടെ എന്തൊക്കെ ചെയ്യാം, നമുക്ക് ട്രേഡിങ് ചെയ്തുകൊണ്ട് അതിൽ ബെനിഫിറ്റ് കിട്ടുമ്പോൾ ആ ബെനിഫിറ്റിന് നമ്മൾ എന്ത് ചെയ്യാം, ഒരു IT ഫയൽ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വൈറ്റ് മണി ആക്കിയിട്ട്, നമ്മൾ സാധാരണക്കാരുടെ ഇടയിൽ പറയുന്ന രീതിയിലാണെങ്കിൽ ഒരു വൈറ്റ് മണി ആക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം, ട്രേഡിങ് നടത്തും. ഇപ്പൊ നമ്മളൊരു $10,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ആ $10,000 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്തതിന് ഒരു സോഴ്സ് വേണം. ആ സോഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന $40,000 ആണെങ്കിൽ ആ 40,000 IT ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ, ആ 40,000-ൽ എത്രയാണോ IT ഫയൽ ചെയ്യേണ്ടത് അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് എന്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന സോഴ്സുള്ള ഒരു ഫണ്ടാണ്. അതാണ് ബിസിനസ് എക്സ്ചേഞ്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ പേഴ്സണലി ചെയ്യുമ്പോൾ നമുക്കൊരു പക്ഷെ 3 ലക്ഷം രൂപ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, USDT വാങ്ങാം, വിൽക്കാം. അത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. അത് ട്രേഡിങ്ങിന്റെ പുറമെ സെക്കൻഡ് ഓപ്ഷൻ. ഒരാളിന്ന് USDT നമ്മൾ മേടിക്കുമ്പോൾ നമ്മളെ എക്സ്ചേഞ്ചിലേക്ക് USDT മേടിക്കാം. 3 ലക്ഷം രൂപയ്ക്ക് നമ്മൾ പേഴ്സണലി, അതായത് ഒരു സേവിങ് അക്കൗണ്ട് എന്നുള്ള രൂപത്തിലാണ് ചെയ്യുന്നതെങ്കിൽ, പേഴ്സണലി ഉള്ള ഒരു അക്കൗണ്ട് ആണെങ്കിൽ 3 ലക്ഷം രൂപ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 3 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, അതിലൂടെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കാം. അപ്പൊ അതൊരു ബിസിനസ് ആക്കിയിട്ട് നമ്മൾ മാറ്റണം, ബിസിനസ് ആക്കി മാറ്റണം. ഇപ്പൊ നമ്മൾക്ക് ഒരു ദിവസം ഒരു $3,000 വന്നു എന്ന് വിചാരിക്കാം. $3,000 ശരിക്കും എക്സ്ചേഞ്ച് അംഗീകരിക്കുമോ? പേഴ്സണലി ആണെങ്കിൽ അംഗീകരിക്കൂല. അപ്പൊ അതിന് അടുത്തൊരു ക്വസ്റ്റ്യൻ അവിടെ വരും, ഇത് എന്ത് ഫണ്ടാണ്? ആ ഫണ്ടിന് നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന്റെ എല്ലാ ഫയലുകളും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എന്താക്കാം, കറന്റ് അക്കൗണ്ട് ആക്കി മാറ്റാം, അതായത് ഒരു ബിസിനസ് അക്കൗണ്ട് ആക്കി മാറ്റാം. ആ ബിസിനസ് അക്കൗണ്ട് ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിലൂടെ എത്ര ട്രാൻസാക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അത് IT ഫയൽ ചെയ്തുകൊണ്ട് നമുക്ക് ലീഗലായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിച്ച രൂപത്തിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാം. ഈ സംഭവമാണ് നമ്മുടെ കമ്പനി ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞാനൊക്കെ പിന്നെ എൻ്റെ ബിനാൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് സേവിങ് അക്കൗണ്ടിൽ നിന്ന് മാറ്റിയിട്ട് കറന്റ് അക്കൗണ്ട് ആക്കിയിട്ട്, അതായത് പേഴ്സണലി അക്കൗണ്ടിൽ നിന്ന് മാറ്റിയിട്ട് ബിസിനസ് അക്കൗണ്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിലൂടെ എനിക്ക് ഇപ്പോ എൻ്റെ നിലവിൽ അതിൽ എനിക്ക് $20,000 വരെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ 20,000 അക്കൗണ്ടിന്റെ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ എനിക്ക് അതിൽ നിന്ന് USDT വിൽക്കുകയും ചെയ്യാം. അതായത് ഇപ്പൊ നമുക്ക് അവിടെ തന്നെ അതിൽ തന്നെ പ്ലേസ് ചെയ്ത് കണ്ട് സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ബിനാൻസിലൊക്കെ. നമുക്ക് നമ്മുടെ കയ്യിൽ എത്ര USDT ഉണ്ട്, ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരും. അപ്പൊ നമ്മള് പിന്നെ ഈ OLX പോലെയുള്ള കമ്പനികളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. അപ്പോൾ USDT ആവശ്യമുള്ള ആളുകൾ പിന്നെ ബിനാൻസ് വഴി എന്നെ സമീപിക്കും, എനിക്കത് സെയിൽ ചെയ്യാം. ആ സെയിൽ ചെയ്തതിന്റെ പ്രോഫിറ്റും ആർക്കാണ്? എൻ്റെ തന്നെയാണ്. അത് എനിക്ക് എന്ത് ചെയ്താൽ മതി, IT ഫയൽ ചെയ്തുകൊണ്ട് അതിന് ടാക്സ് അടച്ചുകൊണ്ട് എനിക്കത് ലീഗലി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആക്കി മാറ്റാം. ഇതാണ് നമ്മുടെ കമ്പനി ഇപ്പൊ ചെയ്തിട്ടുള്ളത്. തെറ്റിദ്ധാരണ ഉള്ള ആളുകൾക്കാണ് ഇത്രയും വ്യക്തമായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇത് കമ്പനി എന്ത് ചെയ്തു, കമ്പനി അത് ബിസിനസ് അക്കൗണ്ട് ആക്കിയിട്ട് മാറ്റി.
ഒരു ബിസിനസ് എക്സ്ചേഞ്ച് ആക്കിയിട്ട്, അതായത് വേൾഡ് വൈഡ്, ഇന്ത്യയിൽ മാത്രമല്ല, നമ്മളൊക്കെ ഇപ്പോൾ ബിനാൻസ് ചെയ്യുമ്പോൾ നമുക്ക് കേരളത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ IT ഫയൽ ചെയ്യുന്നതും, പിന്നെ ഇനിയിപ്പോൾ എന്ത് അതിന്റെ ലീഗൽ വശങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കേരളത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ആ കേരളത്തെ ബേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ ടോട്ടൽക്കും നമുക്കത് ഉപയോഗിക്കാൻ മാത്രം. പക്ഷെ കമ്പനി ചെയ്യുന്നത് വേൾഡ് വൈഡ് ആണ്. 286 രാജ്യം അല്ലെ, 286 രാജ്യം തന്നെയല്ലേ, അത്രയും രാജ്യങ്ങളിൽ സെൽ ആൻഡ് ബൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കമ്പനി ഉണ്ടാക്കി. അതിന് കൊടുത്തിട്ടുള്ള അക്കൗണ്ട്, ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ റുപ്പിയാണ് വേണ്ടതുണ്ടെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിലൂടെ തന്നെ അത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കമ്പനി കൊണ്ടുവന്നു. USD ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിൽ USD ട്രാൻസ്ഫർ ചെയ്യുന്ന രൂപത്തിലേക്ക് കമ്പനി അത് കൊണ്ടുവന്നു. ഇനി മറ്റേത് രാജ്യത്ത് വേണമെന്നുണ്ടെങ്കിലും ആ രാജ്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, ആ പിന്നെ എക്സ്ചേഞ്ച് ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻ നടത്തുകയും വിഡ്രോ ചെയ്യുകയും അല്ലെങ്കിൽ ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് കമ്പനി അത് മാറ്റി. അതിന്റെ ചെറിയ ചെറിയ വർക്കുകളാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ എക്സ്ചേഞ്ച് സ്റ്റോപ്പ് ആയിട്ടില്ലല്ലോ. ഒരുപാട് അപ്ഡേഷനുകൾ ഇപ്പോൾ ആ പിന്നെ എക്സ്ചേഞ്ചിൽ വന്നുപോയി. ആരെങ്കിലും ഈ ചെറിയ രീതിയിൽ, അതായത് ഒരു ചെറിയ ഡിലേ അല്ലാതെ അത് സ്റ്റോപ്പ് ആക്കിക്കൊണ്ട് ഒരാളുടെ ക്യാഷും 8 ദിവസം 10 ദിവസം പെൻഡിങ് ആക്കിയില്ല. അപ്പൊ അങ്ങനെ പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രശ്നം. നമ്മളത് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ടീമിന് അയച്ചു കൊടുക്കാത്തതിന്റെ പ്രശ്നങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. കമ്പനി ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ ഒരു എക്സ്ചേഞ്ചിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കമ്പനി നമ്മോട് പറഞ്ഞിട്ടുള്ളത് 1 മാസമായിരുന്നു അന്ന് സ്റ്റാർട്ടിങ് സമയം മുതൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള സമയത്ത്. 1 മാസം കൊണ്ട് പൂർണ്ണമായിട്ടും അതിനെന്ത് ചെയ്യും, അപ്ഡേറ്റഡ് ആക്കിയിരിക്കും. ഇൻസ്റ്റന്റ് വിഡ്രോവൽ, അതായത് ക്രിപ്റ്റോ കറൻസി, അതായത് USDT ആണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റന്റ്. ഇനി നമുക്ക് മറ്റേത് പിന്നെ ഒരു കറൻസി അതിൽ നിന്നും നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനുള്ള രീതിയിലേക്കാണ് കമ്പനി അത് കൊണ്ടുപോയത്. അതുപോലെ തന്നെ ഇന്ത്യൻ മണി, അതായത് NRI, സോറി, ഇന്ത്യൻ റുപ്പീസ്, നമുക്കത് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കമ്പനി പതി കൊണ്ടുവന്നു. അതിന്റെ ചെറിയൊരു അപ്ഡേഷന്റെ ഭാഗമായിട്ട് ഒരു 7 ദിവസം സമയം കൂടെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നും അത് നമുക്ക് പേയ്മെന്റ് മെത്തേഡ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാം. പക്ഷെ നമുക്ക് ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന 72 മണിക്കൂറിന്റെ ഉള്ളിൽ നമുക്ക് ക്യാഷ് കിട്ടുന്നത് അവർ 7 ദിവസത്തിനുള്ളിൽ എന്നാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. INR ആയിട്ട് വേണ്ട ആളുകൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ അത്രയും സിമ്പിൾ ആക്കിക്കൊണ്ടാണ് കമ്പനി ഓരോ അപ്ഡേഷനുകളും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അതിൽ ആർക്കെങ്കിലും ടെൻഷനോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇത്രയും കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇനി നമുക്ക് പ്രൊജക്റ്റുകൾ സെപ്പറേറ്റ്, നമ്മൾ ഈ ഒരു ബൈനറി പ്രൊജക്ട് മാത്രമല്ല നമ്മളെ കമ്പനിക്കുള്ളത്. ട്രേഡിംഗ് പ്രൊജക്ട് ആൻഡ് സ്റ്റേക്കിംഗ്, അത് phase 2 എന്ന് പറയുന്ന അടുത്ത പ്രൊജക്ട് നമുക്കുണ്ട്. അത് ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ അതിന്റെ ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കേണ്ട ആളുകളാണ്. ഞങ്ങളൊക്കെ ഓൾറെഡി കുറെ ആളുകൾ ചെയ്തു, ഇനി ചെയ്യാൻ പോകുന്നു. ആരാണ് ആ മ്യൂട്ട് ആക്കുന്ന്? ഞാൻ മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും കമ്പനിയിൽ നിന്ന് ഇൻകം ഉണ്ടാക്കിയെടുക്കാനുള്ള രൂപത്തിലാണ് കമ്പനി ഓരോ പ്രൊജക്റ്റുകളും മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. phase 2 എന്ന് പറയുന്നത്, phase 2 ഞങ്ങൾ പല ആളുകളും നമ്മുടെ ടോപ്പ് 10 തന്നെ ചെയ്തു. ഇനി അതിന്റെ താഴത്തുള്ള എല്ലാ ആളുകൾക്കും ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ടോപ്പ് 10 ചെയ്യുന്നതിന് മുൻപ് തന്നെ പല ആളുകളും അത് ചെയ്തു കഴിഞ്ഞു. അതിൽ 2 ഓപ്ഷൻ ഇനിയിപ്പോ നിങ്ങളുടെ ഒക്കെ ഗുണത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയാം. നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് നമ്മൾ സ്റ്റേക്കിംഗ് എന്ന് പറയുന്ന, നമ്മൾ ആദ്യം ട്രേഡിംഗ് ആണ് പറഞ്ഞത്, രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള സ്റ്റേക്കിംഗ്. ശരിക്കും കമ്പനിയുടെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫസ്റ്റ് സ്റ്റേക്കിംഗ് ആണ്, സെക്കൻഡ് ഓപ്ഷൻ ആണ് ട്രേഡിംഗ്. ഞാൻ പേടിയുള്ള ആളുകൾക്ക് നേരെ ഓപ്പോസിറ്റ് തിരിച്ചാ പറഞ്ഞു. കാരണം പേടിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേക്ക് ചെയ്യാൻ ചിലപ്പോൾ പേടി എന്ന് ഉള്ളിലുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് പ്രൊജക്റ്റ് ആയിട്ട് ട്രേഡിംഗ് ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത് സ്റ്റേക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് പ്രൊജക്ട് ഞാനും അല്ലെങ്കിൽ ടോപ്പ് 10 മൊത്തം കാണുന്നത് ഫസ്റ്റ് പ്രൊജക്ട് സ്റ്റേക്കിംഗ് ആയിട്ടാണ്. ഈ സ്റ്റേക്കിംഗ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം, ഇനി ഇവിടുന്ന് അങ്ങോട്ട് മൾട്ടിപ്ലൈയുടെ കാലമാണ്. അപെക്സിന്റെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരാളുടെ കയ്യിൽ 10 ലക്ഷം ഉണ്ടെങ്കിൽ ആ 10 ലക്ഷം 20 ലക്ഷം 30 ലക്ഷം 50 ലക്ഷം ആക്കി മാറ്റാൻ പറ്റുന്ന, വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാക്കാൻ പറ്റുന്ന സമയങ്ങളാണ് നമ്മൾ മുന്നിലേക്ക് വരുന്നത്. ഇപ്പോഴും നമ്മുടെ മുന്നിലുള്ളത്. കാരണം ഇന്നലെ മിനിഞ്ഞാന്നും അതിന്റെ മുന്നത്തെ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കോയിൻസിനെ വീക്ഷിച്ച ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോ റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. അത് 2 കാരണങ്ങളാണ്.
ഒന്ന് നമ്മുടെ കോയിൻസ് വെച്ചുകൊണ്ട് പുറം സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലാത്ത ആളുകൾ ട്രേഡ് ചെയ്തു തുടങ്ങി. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കോയിൻസ് കൂക്കോയിനിൽ വളരെ അടുത്ത ദിവസങ്ങളിൽ കൂക്കോയിലും ബിനാൻസും ലിസ്റ്റ് ചെയ്യും എന്നുള്ളത് 512561 എത്ര എമൗണ്ട്? എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കയ്യിൽ ക്യാഷ് ഉള്ള ആളുകളോട് ഞാൻ പറഞ്ഞത്, കയ്യിലുള്ള ക്യാഷ് നിങ്ങൾ വേറെ ഒരു രൂപത്തിലും ചെലവഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് അപെക്സ് ടോക്കൺ, ഇപ്പോൾ BP20 അപെക്സ് ടോക്കൺ എടുത്തിട്ട് അത് സ്റ്റേക്കിംഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മിനിമം കണക്കാണ് ഞാൻ പറയുന്നത് നിങ്ങളോട്. 3 മാസം, അതായത് ഇപ്പൊ ഇത് 2ാമത്തെ മാസം 20-ാം തീയതിയായി. 5ാമത്തെ മാസം 20-ാം തീയതി ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് അത് ഏറ്റവും ചുരുങ്ങിയത് 75 സെന്റിലേക്കെങ്കിലും എത്തും. 75 സെന്റിലേക്കെങ്കിലും എത്തും. അതായത് ഇപ്പോ നിങ്ങളെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 35 സെന്റ് വെച്ചിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ ഡബിൾ എന്ന് പറയുന്നത് 70 സെന്റാണ്. ഈ 70 സെന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാസം കൊണ്ട് 10 ലക്ഷത്തെ 20 ലക്ഷമാക്കി മാറ്റാൻ പറ്റും. കാരണം ഈ 3 മാസത്തെ ടൈമാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇന്നലെ ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത്, ഞാൻ പുറത്ത് പറയണ്ട എന്ന് പറഞ്ഞൊരു സംഭവമാണ്, പക്ഷെ അത് നമ്മുടെ ഒരു എക്സാറ്റിംഗ് ഉണ്ടല്ലോ, ഒറ്റ മാസം കൊണ്ട് ബിനാൻസിൽ ലീസ്റ്റ് ചെയ്യാൻ പോകുന്നു നമ്മുടെ കോയിൻസ്. അപ്പോൾ ആ ഒരു ബിനാൻസ് ലീസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കോയിൻസിന്റെ വാല്യൂ അല്ലെങ്കിൽ റേഞ്ച് മറ്റൊരു തലത്തിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് 10 ലക്ഷം രൂപ സ്റ്റേക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ 2 മാസം കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ 20, 30, 50 ലക്ഷത്തിലേക്ക് മാറ്റാൻ പറ്റുന്ന രൂപത്തിൽ കമ്പനി നമ്മളെ സജ്ജമാക്കിയിട്ടുണ്ട്. നമ്മൾ അതിന് റെഡിയാണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. നിങ്ങളുടെ ഒക്കെ ബേസ്, എന്റെയും നിങ്ങളുടെ ഒക്കെ ബേസ് എന്താണ്? ഈ ബൈനറി പ്ലാൻ ആണ്. ഇതിലൂടെ നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ phase 2, phase 3 പ്രൊജക്റ്റുകളൊക്കെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ലൈഫ്, ലോങ് ലൈഫാ പറയുന്നത്, ലൈഫ് എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ലോങ് ലൈഫിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പ്രൊജക്റ്റിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ആരും മടിച്ചിട്ട് അല്ലെങ്കിൽ ആരും പേടിച്ചിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കണ്ട. ഇത് അത്രത്തോളം ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് പഠിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് മാനസികപരമായിട്ട് എന്തെങ്കിലും ചെറിയ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് phase 1 ആയാലും phase 2 ആയാലും phase 3 ആയാലും ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് നിങ്ങൾക്ക് അത് ഉള്ളിന്റെ ഉള്ളിൽ തട്ടിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് സന്തോഷിക്കുന്നത് പോലെ സീലിംഗിലേക്ക് നിങ്ങൾക്കും എന്ത് ചെയ്യാം? എത്തിപ്പെടാം ബൈനറിയിലൂടെ. ആ ബൈനറിയിലൂടെ 10 രൂപ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സ്റ്റേക്ക് ചെയ്തിട്ട് നിങ്ങൾ കോടീശ്വരന്മാരാവണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ചിന്ത. അതിന് വേണ്ടിയിട്ട് രാപ്പകലില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് സക്കീർ ഭായ് പുറത്താണ്, ശശിസാർ ഇതപ്പോ വഴിയിലാണ്, വീട്ടിൽ എത്തിയിട്ടില്ല. ഞാനിതപ്പോ കുറച്ച് ഇതിന്റെ തൊട്ട് മുൻപ് 5 മിനിറ്റ് മുൻപാണ് ഞാൻ വന്ന് വീട്ടിൽ കയറുന്നത്. ജയേഷും അതുപോലെ തന്നെ ഖലീലും റഫീഖും രഘു സാറും രാജീവ് സാറും എല്ലാവരും പുറത്താണ്. സുധീഷ് ഭായ് അതുപോലെ തന്നെ സുധാകർജി അവര് പുറത്താണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കൂടുന്നത്? രാപ്പകലില്ലാതെ. ഈ ഒരു കമ്പനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എത്രയോ വർഷങ്ങളായിട്ട് നെറ്റ്വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ കമ്പനികളെ, 100 കണക്കിന് കമ്പനികൾ അറിയുന്ന, സ്വന്തമായിട്ട് കമ്പനി ഉണ്ടായിരുന്ന ടോപ്പ് 10 ആളുകൾ, ലീഡേഴ്സ് ഉണ്ട്. സ്വന്തമായിട്ട് കമ്പനി ഉണ്ടായിരുന്ന ആളുകൾ, ഒരുപാട് കമ്പനിയുടെ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരുന്നിരുന്ന ലീഡേഴ്സാണ് ടോപ്പ് 10. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾക്ക് ഇതിന്റെ സ്പന്ദനങ്ങളെ കുറിച്ചിട്ട് അറിയില്ല? ഞങ്ങൾക്ക് ഈ ഒരു നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചിട്ട്, കേരളത്തിലും ഇന്ത്യയിലുമുള്ള നെറ്റ്വർക്കിനെ കുറിച്ചിട്ട് അറിയില്ല എന്നുള്ള ധാരണ കിട്ടും. ഞങ്ങൾ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു പ്രൊജക്ട്, രവി സാർ പറഞ്ഞില്ലേ, 3 മാസം ഞങ്ങൾ ഇതിന്റെ പുറകെ നടന്നിട്ട് ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുത്തത്. വെറുതെ അല്ല ഏറ്റെടുത്തിട്ടുള്ളത്, ഇതിന്റെ ഭാവി കണ്ടിട്ടാ. ഞാൻ എവിടെ ഒരു മീറ്റിംഗ് അവതരിപ്പിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്, ഈ കമ്പനി ബൈനറി എന്ന് പറയുന്ന ലൈഫ് ലോങ് കൊണ്ടുപോകാനുള്ള സംഭവമേ അല്ല. അത് നമുക്ക് ഒരു 2 വർഷം മുതൽ ഒരു 3 വർഷം വരെ നമുക്കത് കിട്ടുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ഇനി 3ാമത്തെ വർഷം അല്ലെങ്കിൽ 2ാമത്തെ വർഷം ഇത് സ്റ്റോപ്പ് ആകുന്ന തലേ ദിവസം അല്ലെങ്കിൽ അന്നത്തെ ദിവസം, സ്റ്റോപ്പ് ആകുന്ന അന്നത്തെ ദിവസം ഒരാൾ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 22,25,000 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 22.5 ലക്ഷം രൂപ കൊടുത്തിട്ടേ എന്ത് ചെയ്യുള്ളൂ, അയാളെ ഈ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുള്ളൂ. പിന്നെ ആരെ നമ്മൾ പേടിക്കേണ്ടത്? പിന്നെ എന്തിനാ നമ്മൾ ഒരാളോട് പറയാൻ മടിക്കണത്?
നിങ്ങൾക്ക് ഫുള്ള് സപ്പോർട്ട് തരാനാണ് രാപ്പകലില്ലാതെ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പേടി ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട, ഒരു പേടിയും വേണ്ട നിങ്ങൾക്ക്. അത്രത്തോളം ഈ കമ്പനിയെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഇനി ഞങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. അത് ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാണ്. അത് ഓപ്പൺ ആക്കി ഈ പറഞ്ഞ എല്ലാ സംഗതികളും ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങൾ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറെ വിഷയങ്ങൾ വേറെ ഉണ്ടാവും. പക്ഷെ എന്നാലും ആ സന്തോഷം ഞങ്ങൾ പറയാം. കമ്പനിയിലെ കോർ കമ്മിറ്റിയിലേക്ക് അല്ലെങ്കിൽ കമ്പനിയിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ലീഡേഴ്സിലേക്ക് ഈ ടോപ്പ് 10 പോകാൻ പോകും. വളരെ അടുത്ത ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് അത് ഒരു റിപ്പോർട്ട് കിട്ടും. ഞങ്ങൾ അതിൻ്റെയൊക്കെ എക്സൈറ്റ്മെന്റിലാണ്. ഞങ്ങളത് അച്ചീവ് ചെയ്തിരിക്കും. ഈ 2 മാസമായിട്ടുള്ള ഞങ്ങൾ ഈ കമ്പനിയിൽ വന്നിട്ട് 2 മാസം ആയിട്ടില്ല എങ്കിൽ പോലും ആ 2 മാസം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു പൊസിഷനിലേക്ക് എത്തി. അതേ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഞങ്ങളൊപ്പം തന്നെ നിങ്ങളെയും കൈപിടിച്ച് ഉയർത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഓടുന്ന പോലെ നിങ്ങൾ ഒരു 2-3 മാസം ഓടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ അതേ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. നിങ്ങൾ എത്തുമെന്ന് തോന്നുന്ന ആളുകളെ ഫുൾ ടൈം ഞങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലെ തന്നെ. പക്ഷെ എന്താ വെച്ചാൽ പ്രയത്നിക്കാൻ തയ്യാറായിട്ടുള്ള, ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ നമ്മൾ കൂടുതൽ എന്താ പറയാ സപ്പോർട്ട് ചെയ്യുമല്ലോ. എവിടെ അങ്ങനെ തന്നെയല്ലേ. അപ്പോ ഞങ്ങൾ നിങ്ങളെ വിളിക്കാൻ വൈകിയാൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കാൻ വൈകരുത്. നിങ്ങൾക്ക് ഒരാളുണ്ടെങ്കിൽ ആ ഒരാളെ കാണണം എന്നുള്ളത് നിങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഞങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് സംസാരിക്കാം. ഇനി BOP സെറ്റ് ചെയ്യണം നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ഒരു 10, 20, 15 ആളുകളെ കിട്ടുകയാണെങ്കിൽ 10 പേര് മതി. നമുക്ക് ഒരു 15, 20 ഞാൻ പോകുന്നില്ല. 10 പേരുണ്ടെങ്കിൽ അവിടെ വന്ന് BOP സെറ്റ് ചെയ്താൽ അവിടെ വന്ന് ഞങ്ങൾ ലീഡേഴ്സ് അവിടെ വന്നിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തന്ന് നിങ്ങളെ ഹാപ്പി ആക്കി നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തുക എന്നുള്ളതും ഒപ്പം ഞങ്ങളുടെ ജീവിതം രക്ഷപ്പെടുക എന്നുള്ളതും ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങളുടെ കൂടെ ഫുൾ ടൈം ഞങ്ങൾ ഉണ്ട്. ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദ്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഞാനത് കറക്റ്റ് ചെയ്തു തരുന്നതാണ്. ഇനി മറ്റെന്ത് വിഷയത്തെ കുറിച്ചും, അതായത് നിങ്ങൾക്ക് ബിസിനസ് പരമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണോ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പേഴ്സണലി വിളിച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാം, ചെയ്തു തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഓക്കെ, താങ്ക് യു.